നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടോ? കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ പൊടി കുട്ടികളല്ല ഉദ്ദേശിച്ചത്. ഒരു 2ാം ക്ലാസ്, 3ാം ക്ലാസ് അതിന് മുകളിലേക്ക് പ്രായമുള്ള കുട്ടികൾ. എന്ന് വെച്ചാൽ സൂപ്പർ ഹീറോ, ഏലിയൻ സിനിമകളൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ ആനിമേഷൻ സിനിമകളോ സീരീസൊക്കെ കണ്ടാൽ അതൊരു വൻ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് മാറുന്ന, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ആ സൂപ്പർ പവേഴ്സ് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ? അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെയും കൊണ്ട് അയലാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി പോവാം. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ആ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു റിവ്യൂ. നമുക്ക് നമ്മുടെ പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് VFX ആണ്. പ്രത്യേകിച്ച് ആ ഏലിയനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളും. പൊതുവേ തമിഴ് സിനിമയിൽ പോട്ടെ, ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഈ ആനിമേഷൻ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ കുറച്ച്, ഒരു കയ്യിലെ വിരലുകളിൽ എണ്ണാവുന്ന അത്രയും സിനിമകൾ മാത്രമാണ് നമ്മളെ അത്രയും ഇത് അടിപൊളിയാണല്ലോ, ഇത് ഒറിജിനൽ ആണല്ലോ എന്നുള്ളൊരു ഫീല് നമ്മളിൽ ജനറേറ്റ് ചെയ്യുക. ഇത് ആ ആവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. അവർ ചെയ്തത് എന്താണോ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയൊരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഏലിയൻ വന്നിട്ട് പുള്ളി എന്തായാലും തിരിച്ചു പോകുന്നൊരു സീക്വൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് സ്പോയിലറൊന്നുമല്ല. ആ ഒരു മൊമെൻറ്റിൽ രാകുൽ പ്രീതിൻ്റെ ക്യാരക്ടർ ഈ ഏലിയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതായത് ആ ക്രോപ്പിങ്ങും അവരുടെ കൈ വന്ന് ലാൻഡ് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് പ്ലേസിംഗ് ആണ്. അത് അമ്മാതിരി പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടൂല. നമുക്കത് ശരിക്കും മനസ്സിലാവും. ഈ കൈയുടെയൊക്കെ പൊസിഷനിലൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റ് മനസ്സിലാവും. പക്ഷേ ഇതവർ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഏലിയൻ്റെ നടപ്പ്, നിപ്പ്, ഇയാളെ എടുത്തുകൊണ്ട് നടക്കുന്നതിലൊക്കെ ഈ ഒറിജിനാലിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിപാടികളെക്കുറിച്ചൊന്നും അധികം റിസർച്ച് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവർ ഒരു ബൊമ്മ അതേ സൈസിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സംഭവം കിടുവായിരുന്നു. അതുപോലെ തന്നെ ഈ ഏലിയൻ കാണിക്കുന്ന അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ഇത് സ്ട്രിങ്സ് കെട്ടിയിട്ടാണ് വലിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ സാധാ പരിപാടിയുടെ തൊട്ട് മുകളിലാണ് ഈ പരിപാടി നടക്കുന്നത്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സാധനമാണ് ആനകളെ കാണിച്ചിരിക്കുന്നത്. അത് വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ജിഗർദണ്ഡയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാലോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ആ കൊള്ളാലോനേക്കാളും കുറച്ചും കൂടി ബെറ്റർ വേർഷനാണ്. എനിക്ക് പറയാനുള്ളത്, മലയാളത്തിൽ നമ്മൾ ഈ VFX പരിപാടികൾ കാണിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി മുന്നിലേക്ക് എന്തായാലും തമിഴ് ഫിലിം ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു സാധനം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഏമ്പക്കം വിടുന്ന പുൽച്ചാടിയെ കണ്ടിട്ടുണ്ടോ? അതും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെന്നേ അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് അതിനോട് റെസ്പെക്റ്റ് തോന്നും. അതായത് ഈ സിനിമയിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അപാരമാണല്ലോ എന്ന് തോന്നുന്ന ചില സിനിമകളൊക്കെ ഉണ്ട്. വർക്കൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ അതിനുള്ള സാധനം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ വർക്കും ഉണ്ട്, റിസൾട്ടും ഉണ്ട്, നമുക്ക് സാറ്റിസ്ഫൈങ് ആണ്. രണ്ടാമത്തെ പോസിറ്റീവ്, എവിടെയാണോ ഈ സിനിമ പ്ലേസ് ചെയ്യേണ്ടത് കൃത്യമായി പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് അവരിതിൻ്റെ മൊത്തം പാക്കേജിങ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സിനിമ ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ ഒരു അഡൽട്ടായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ ജോളിയായിട്ട് പടം കാണാൻ പോകുന്ന അങ്ങനെയുള്ള ആളുകൾക്കല്ല. ഇത് കുട്ടികൾ വിത്ത് ഫാമിലി പോകാൻ വേണ്ടിയിട്ട് പാക്കേജായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിലെ പാട്ട് സീക്വൻസുകൾ നോക്കിയാൽ കുട്ടികളാണ് വരുന്നത്, ഏലിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏലിയൻ ആദ്യം രക്ഷിക്കുന്നത് കുട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ ഈ കുട്ടികളായിട്ട്, അതായത് ഇതെവിടെയാണോ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ ഇതിലെ മെസ്സേജുകൾ കൊടുക്കുന്നത്, നമ്മുടെ നായകൻ്റെ സ്വഭാവം ആദ്യം എനിക്കതൊരു ഇച്ചിരി കല്ലുകടിയായിട്ട് ഓവറാക്കുന്നതൊക്കെ ആയിട്ട് തോന്നി. പക്ഷേ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, അതിപ്പോൾ മനുഷ്യനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പിനും അതിഗംഭീരമായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തുകൊണ്ട് സിനിമ മുന്നോട്ട് പോകുന്നത് അതും ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സേവിങ് ദ വേൾഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി നന്മയോട് കൂടിയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറേ മതനേതാക്കളൊക്കെ പറയാറുണ്ട്, നമ്മുടെ മതം നന്മയാണ് എന്നൊക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നവരോട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് അവർ നന്മയായിട്ട് കൂട്ടാറുള്ളത്. ചെറിയ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പരിപാടി നടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് മറ്റേ ഭക്ഷണം കൊടുക്കുന്നു, പള്ളി പരിപാടി വരുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് നടക്കുന്നത് ഒഴിച്ചാൽ നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം, ആ മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്, ഈ മതത്തിൽ ഇടപെടാൻ വന്ന നമ്മൾ പരിപാടി പഠിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെയാണ്. പക്ഷേ ഈ സിനിമകൾ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമ കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം നല്ല വാല്യൂസ് ആണെന്ന് എനിക്ക് തോന്നി. അതുപോലെ ആക്ഷൻ രംഗങ്ങൾ അവർ കാണിക്കുമ്പോഴും ഒരു സീക്വൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രക്തച്ചൊരിച്ചിലിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിലില്ല. അതുപോലെ പാട്ട് രംഗങ്ങളാണെങ്കിലും പിന്നെ അവരതിൽ കുറച്ച് തമാശകളുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും എൻജോയ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ചിരിച്ച് കാണാൻ പോയാൽ അതിനുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനിങ്ങനെ കണ്ടു തീർത്തു എന്നേ ഉള്ളൂ. ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ രസമുള്ളൊരു ഫൈറ്റ്, ചുമർ ചിത്രങ്ങൾ വെച്ചിട്ട് അവരൊരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കൺസെപ്റ്റായിരുന്നു, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് മ്യൂസിക്കിനെ കുറിച്ചാണ്. AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. അത് കൊള്ളൂലായിരുന്നു, അതിലിങ്ങനെ ആക്കാമായിരുന്നു അങ്ങനെ ആക്കാമായിരുന്നു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലയിടങ്ങളിലെങ്കിലും മ്യൂസിക് കുറയ്ക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. മ്യൂസിക്കിൻ്റെ സൗണ്ടല്ല, അവിടെ മ്യൂസിക് ഇല്ലാതെ ഒരു സൈലൻസ് സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. കാര്യം അതിന് മാത്രം ഈ മ്യൂസിക് ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. എക്സെപ്ഷണൽ, ഗംഭീരം, മനസ്സിൽ തങ്ങി നിൽക്കുന്നത്
എന്ന് പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും സിനിമ കഴിഞ്ഞ് ഇത്രയും സമയത്തിന് ശേഷം എൻ്റെ മൈൻഡിലേക്ക് വരുന്നില്ല. പിന്നെ വിഷ്വൽ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, VFX സംഭവം അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, അതവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, ശിവകാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സോണിലേക്ക് വരികയാണ്. അത് രസമായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം തോന്നുന്ന ഏലിയനുമായിട്ട് കമ്പനി ആകുമ്പോൾ നമുക്ക് ഈ മാമൻ കൊള്ളാൻ കേട്ടോ എന്ന് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ അങ്ങേര് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏലിയനും അടിപൊളിയായിരുന്നു. ആ സൗണ്ട് ഞാൻ കേട്ടത് വെച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ വോയിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരിത് പുറത്ത് വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി പബ്ലിക് ആക്കിയിട്ട് ഞാൻ അറിയാഞ്ഞതാണോ എന്നും അറിയില്ല. പക്ഷേ എനിക്ക് സൗണ്ട് അങ്ങനെ ഫീൽ ചെയ്തു. ആ ഡബ്ബിങ്ങും അടിപൊളിയായിരുന്നു. സാധാരണ ഇങ്ങനെ ഏലിയനൊക്കെ വരുമ്പോൾ ഇവർക്ക് സൗണ്ട് കൊടുക്കുന്നതല്ലേ, മറ്റേ റോബോട്ടിക് വോയിസ് ഒക്കെ ഇങ്ങനെ തള്ളിക്കയറ്റി വൃത്തിയേടാക്കി അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത് നല്ല സൗണ്ടിങ് ആയിരുന്നു. പിന്നെ സ്റ്റോറിയും അതിലെ ട്വിസ്റ്റുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു 90% കാര്യങ്ങളും നമുക്ക് വളരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മാർവലിൻ്റെയും DC-യുടെയൊക്കെ സിനിമകളൊക്കെ കണ്ട് ശീലമുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ കോമിക്സ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടതിന് ശേഷം ഇത് കാണുന്ന സമയത്തെ കുഴപ്പമില്ല, ഇത് അങ്ങനെ വരാനുള്ളതാണ്, ഇങ്ങനെ വരാനുള്ളതാണ്, അപ്പോൾ ഇവരുടെ സൗഹൃദമാണ് ഈ ലോകം രക്ഷിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് സിനിമ പോകുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ അന്യഗ്രഹം കാണിക്കാൻ വേണ്ടിയിട്ടും പറക്കന്തലയെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ള റെഫറൻസുകൾ, ചില വിഷ്വൽസ് അതുപോലെ തന്നെ ഈ മാർവലിൻ്റെയൊക്കെ ഏതൊക്കെയോ സിനിമകളിൽ നിന്ന് എടുത്തതാണോ എന്നൊക്കെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് അത് ഓക്കെയാണ്. ഈ ഒരു 2 നെഗറ്റീവ്സ് മാറ്റി നിർത്തിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ക്രൗഡ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ അവധി ദിവസങ്ങളിൽ അവർക്കൊരു രസമായിരിക്കും. മാത്രമല്ല ആ ഏലിയൻ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ നല്ല VFXും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാവീരൻ റിലീസായ സമയത്ത് സൂപ്പർ പവറൊക്കെ കിട്ടുന്ന നമ്മുടെ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ അത് നമുക്ക് വേറെ രീതിയിലും വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അവിടെ എനിക്ക് സംഭവിച്ചു എന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന അതും കൂടി ചേരുമ്പോഴാണല്ലോ ഈ സൂപ്പർ ഹീറോ സിനിമകൾക്കൊരു ആരാധക വൃന്ദമൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കുറവിനെ നികത്തുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ കോഎക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത, എല്ലാവരെയും എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, ഭൂമി നമ്മുടെ മാത്രമല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ബാക്കിയുള്ളവരും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് മെസ്സേജുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ മാർവലിൻ്റെയും DC-യുടെയൊക്കെ സിനിമകൾ കണ്ട ഒരു 25 മുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ച് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഇരുന്ന് കണ്ടു എന്നുള്ളതിനപ്പുറത്ത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച അയ്യോ സൂപ്പർ എന്ന് പറയാൻ തോന്നിയ ഈ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട സാധനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അയ്യോ സൂപ്പർ എന്നൊക്കെ പറയുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണോ? അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.